ഏറ്റുമാനൂരുള്ള ഹാങ് ഔട്ട് പ്ലേ വേൾഡ് ഒന്ന് പോകണമെന്ന് കുറച്ച് നാളായിട്ട് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. ഇതുവരെ അടുത്താണെങ്കിലും പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഫൈനലി ഞങ്ങൾ പെട്ടെന്ന് ഒരു പ്രീ പ്ലാനൊന്നും ചെയ്യാതെ തന്നെ പെട്ടെന്ന് ഡിസൈഡ് ചെയ്തിട്ട് ഒരു ദിവസം ഈവനിങ് പ്ലേ വേൾഡിൽ വരെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് പ്ലേ വേൾഡിലാണ്. അപ്പോൾ ഞങ്ങൾ പിള്ളേരൊക്കെ ആയിട്ട് ഒരു 4-4:30 ആയപ്പോഴത്തേക്കിനും എവിടെയെങ്കിലും എത്തി. ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാനാണ് നല്ലത്. കാരണം വെയിലൊക്കെ ഒന്ന് കുറഞ്ഞിരിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു 2-3 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് അവിടെ. കാരണം മെയിനായിട്ട് വാട്ടർ പ്ലേ ഏരിയ ഉണ്ട്. ഒരു 1 hour അതിൽ നമുക്ക് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒരു 190 rupees അവിടെ 1 hourന് വേണ്ടി അവർ ചാർജ് ചെയ്യുന്നത്. പെർ ഹെഡ് 100 rupees. ബിലോ 3 years ഉള്ളവർക്ക് ചാർജസ് ഒന്നുമില്ല അകത്ത് കയറുന്നതിൽ. പിന്നെ എക്സ്ട്രാ ചാർജസ് വരുന്നത് ഇതുപോലെ വാട്ടർ പ്ലേ ഏരിയയിൽ 190 rupees വരുന്നുണ്ട്. പിന്നെ അവിടെ ഇൻഡോർ ഗെയിംസ് ഒക്കെ ഉണ്ട്, അതിന് എക്സ്ട്രാ ചാർജസ് ഉണ്ട്. പിന്നെ ചാർജ് വരുന്നത് ഈ റിമോട്ട് കൺട്രോളിലുള്ള കാർട്ട് പോലെ അങ്ങനത്തെ അവൈലബിൾ ആണ്, അതിലും എക്സ്ട്രാ ചാർജസ് വരുന്നുണ്ട്. നൈറ്റ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ കുറച്ചും കൂടെ നല്ലതാണ് ലൈറ്റ്സൊക്കെ ആയിട്ട്. പിന്നെ ബർത്ത്ഡേ പാർട്ടീസൊക്കെ കുട്ടികളുടെ ഇങ്ങനെ ചെറിയ രീതിയിൽ ബർത്ത്ഡേ പാർട്ടീസൊക്കെ നമുക്കൊന്ന് ഓർഗനൈസ് ചെയ്യാനൊക്കെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു ഓപ്ഷൻ എന്ന രീതിയിലും ഇതൊരു നല്ലതായിട്ട് എനിക്ക് തോന്നി. കാരണം അവിടെ ഫുഡ് സ്പോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കുട്ടികളുടെ കേക്ക് കട്ടിങ് പരിപാടികളും ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷനായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാമെന്നും തോന്നി. അത് കഴിഞ്ഞ് അവിടെ ഇൻഡോറായിട്ടൊരു ഗെയിംസൊക്കെ ഉള്ളൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് ഇങ്ങനെ ഗെയിം കുട്ടികൾക്ക് കാണാൻ വേണ്ടി നമ്മളവിടെ ഒന്ന് കയറി. അവിടെയും ഇതുപോലെ എക്സ്ട്രാ അതുണ്ട്, നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. കൂടുതലൊന്നുമില്ല, ഒരു 3 to 4 ഗെയിംസിൻ്റെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് കുറച്ച് നേരം നമുക്ക് അവിടെ നിന്നു.
കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് എടുക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഓർത്തുന്ന എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിക്കാം എന്നോർത്ത് അൽത്താസയിൽ കയറി. അൽത്താസയിലെ ഷവർമ്മ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ സെക്കൻഡ് ടൈമാണ് കഴിക്കുന്നത് അൽത്താസയിൽ നിന്ന്. അപ്പം അത് ഞങ്ങൾ കഴിക്കാമെന്ന് ഓർത്തു. മോൾക്കും ഇഷ്ടമാണ് അൽത്താസയിലെ ഷവർമ്മ. അപ്പം ഞങ്ങൾ അത് ഓർഡർ ചെയ്തു, അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം കൂടെ മോൾക്ക് അതിൽ ഓരോ ഗെയിംസൊക്കെ കളിക്കണമെന്ന് പറഞ്ഞു. പിന്നെയും കുറച്ച് സമയം കൂടെ അവിടെ പോയി അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് എന്തെങ്കിലും സ്വീറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം, ഡെസേർട്ട് എന്തെങ്കിലും കഴിക്കണം എന്നോർത്ത് ഡോണറ്റ് മേടിക്കാൻ പോയി. അതെല്ലാം കഴിഞ്ഞു. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു 8:30 ഒക്കെ ആയപ്പം പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അങ്ങനെ ഒരു ഈവനിങ് ടൈമിൽ സ്പെൻഡ് ചെയ്തു. നൈറ്റ് വരെ സ്പെൻഡ് ചെയ്തു ഞങ്ങൾ ഹാങ് ഔട്ട് പ്ലേ വേൾഡിൽ.